ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വായിച്ചൊരു കണക്ക് പ്രകാരം ഗസ ശുദ്ധീകരിക്കണമെങ്കിൽ 15 വർഷം എടുക്കുന്നതാണ്. ഗസന് അതിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ പൂർത്തീകരിക്കണമെങ്കിൽ അത്രയും വേസ്റ്റേജ് കൊണ്ട് കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങ് ഫലസ്തീനിലെ മനുഷ്യർക്ക് വേണ്ടി ബോട്ടിലുകളിൽ ഭക്ഷണം ഒരുക്കി അവർ പിന്നെ കടലിലേക്ക് എറിഞ്ഞെടുത്ത് അത് സ്വീകരിക്കണ വീഡിയോസൊക്കെ ഉണ്ട്. കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഗസ തീരത്തു നിന്ന് അത് സ്വീകരിക്കണ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഫേക്ക് അല്ലാന്ന് തന്നെ ആണ് തോന്നുന്നത്. അതിലത്തെ ഒരു വളരെ ആഴത്തിൽ ഞാനത് പരിശോധിച്ചിട്ടില്ല. നമുക്കത് കാണുമ്പോൾ അത് കിട്ടിയെന്ന് വിചാരിക്കാനാണ് സന്തോഷം. അത് ഫേക്കാണോ എന്ന് പരിശോധിച്ചിട്ട് അസ്വസ്ഥമായതിന് പകരം ഒരു കുപ്പിയെങ്കിലും കിട്ടിയോ, ഒരു കുഞ്ഞിൻ്റെങ്കിലും വയറ് നിറഞ്ഞോ എന്ന ഒരു ആസ്വാദനമാണ് നമുക്ക് വേണ്ടത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ അടുത്ത ദിവസം എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഏതൊരു സ്ഥലത്തു നിന്ന് ഒരാൾ പ്രസംഗിച്ചു, ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. നമുക്ക് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാൻ തന്നെയുള്ളത്. അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഇതിലൊക്കെ അയവുകളുണ്ടാകും, ആശ്വാസങ്ങളുണ്ടാകും. ഈ പറയുന്ന ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ അവരുടെ ഒലീവ് തോട്ടങ്ങളിൽ അവരുടെ കളിചിരികൾ വീണ്ടും ഉയരും. അവിടെ വെടിക്കോപ്പുകൾക്കും യുദ്ധവിമാനങ്ങൾക്കും ബോംബർ വിമാനങ്ങൾക്കും പകരം ആശ്വാസത്തിൻ്റെ പുതിയ പുലരി വരും എന്ന് തന്നെയാണ് നമ്മൾ തീർച്ചയായും പ്രതീക്ഷിക്കുന്നത്. ആ യുദ്ധമുഖത്ത് നിന്നും നതവക്കൽ അലല്ലാഹ് എന്ന് പറയണേ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് പ്രതീക്ഷ തന്നെയാണ്. ആ പ്രതീക്ഷയുടെ പുതിയ ഒരു വാർത്തകൾക്കൊക്കെ സാക്ഷിയാകാൻ നമുക്കും കഴിയട്ടെ.